കൃത്യം നടുവിനെ പൊളിക്കണേ. എന്നിട്ട് വായലായിട്ടുണ്ട് വെച്ചിട്ടും ഓനെ എന്താ പറയുക, ഒരു അടിപൊളി ജിഞ്ചിനാക്കിയിട്ട് സാധനം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ അയിലടക്ക് വേണ്ടിയിട്ട് 10 അയില അടിപൊളി കായം പരട്ടിയിട്ട് ചട്ടിയിലിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള മസാല പ്രിപ്പറേഷൻസ് ആണ്. അതിന് വേണ്ടിയിട്ട് നന്നായി കൊത്തിയരിഞ്ഞ 3 കപ്പ് സവോളയും പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആവശ്യാനുസരണം അതിനാവശ്യമായ എത്രയാണോ അത് ഉണ്ടാക്കി വെക്കുക. പിന്നെ ഒരു തണ്ട് വേപ്പിൻ്റെ ഇതൊക്കെ സെറ്റാക്കി വെച്ച് ഒരു ചട്ടി എടുത്ത് വെളിച്ചെണ്ണ വെച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുരുമുളക് പൊടി ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് പെരുംജീരകപ്പൊടി ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ എടുത്തുവെച്ച അയില ഉണ്ടല്ലോ, ആ അയില ദശ മാത്രമാക്കിയിട്ട് നന്നായി പിച്ച് ഒരു വിധമാക്കിയിട്ട് നമ്മളെ മസാലയ്ക്ക് ഇടുക. എന്നിട്ട് നന്നായി ഒന്ന് വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് എന്താ മസാല ഫുൾ സെറ്റാവണം കേട്ടോ. ഉള്ളി കുറച്ചുകൊണ്ട് വഴണ്ടോട്ടെ. എന്നിട്ട് ഫുൾ സെറ്റാവും. ഇതപ്പോൾ അങ്ങനെ കണ്ടോ സെറ്റായിട്ട് വരുന്നുണ്ട്. എന്താ പറയുക, ഇങ്ങനെ ചിക്ക് ബൂം എന്ന് പറയില്ല, അതേപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതോടുകൂടി നമ്മളെ മസാല ഫുൾ സെറ്റ് ആയിട്ട് ഇനി ആ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. ഇനി നമ്മൾ ഈ സംഭവം കൂടിയിട്ട് ഒരു സംഭവത്തിൻ്റെ ഉള്ളിൽ ഇടണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പത്തിരി ഉണ്ടാക്കുകയാണ്. അതിൻ്റെ മാവിൻ്റെ പ്രിപ്പറേഷനാണ്. അതായത് 4 കപ്പ് വെള്ളം, അതിലേക്ക് 3 കപ്പ് അരിപ്പൊടി ഇട്ടിട്ട് എന്താ പറയുക 1 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അതായത് ഇങ്ങനെ കുറച്ച് ഇതായി ഈ ഒരു ഉണ്ട പരുവത്തിലാക്കുക. എന്നിട്ട് ഈ ഉണ്ട പരുവത്തിൽ നിന്ന് വീണ്ടും ഇങ്ങനെ ചെറിയ ഉണ്ടകളാക്കുക. എന്നിട്ട് ഒരു പത്തിരി പ്രസ് എടുത്തിട്ട് ഇതായി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ പ്രസ് ചെയ്തൊരു എന്താ പറയുക കുറച്ച് കട്ടിയിലുള്ള പത്തിരിയാക്കി മാറ്റുക. എന്നിട്ട് ഫില്ലിങ്സ് ആ സംഭവത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് സൈഡ് ഇതായി വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ നെക്കി കൊടുക്കുക. ഇടയ്ക്ക് വെളിച്ചെണ്ണ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. അത് വെളിച്ചെണ്ണ ഒന്ന് തൊട്ട് സെറ്റാക്കണം. അടിയിൽ വിള്ളൽ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ വെളിച്ചെണ്ണയായിട്ട് ഇങ്ങനെ ചെറുതായി ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് ഇരിക്കണം. ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ മടക്കാക്കി ഫുൾ സെറ്റാക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളെ ബാക്കിയുള്ള അടകൾ സെറ്റ് ചെയ്യാം. ഇനി അതിന് ശേഷമുള്ള മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് ആവി കയറ്റലാണ്. ആവി കയറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കിത് ഫ്രൈ ചെയ്ത് എണ്ണയിലിട്ട് വറക്കൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ ഹെൽത്തി ഡിഷും കൂടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ള നൂൽപുട്ടിൻ്റെ തട്ടാണ്. അതിൽ ഓരോരോ അടകൾ വെച്ചു. എന്നിട്ട് ഇത് കണ്ടില്ല, ഇത് ഏകദേശം ഒരു 10-15 അട ഉണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഇവിടെ എന്താ പറയുക ആ സംഭവം ഇറക്കി വെക്കണേ ചെമ്പിൽക്ക് വെക്കുക. അതിൽ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ സ്റ്റൗവൊക്കെ ഓണാക്കിയിട്ട് സംഭവത്തിന് ഇങ്ങനെ ഇറക്കി വെക്കാം. എന്നിട്ട് കുറച്ച് നേരം കിടന്നിട്ട് അവിടെ കൂടെ കുറച്ചെന്താ ചൂട് കയറട്ടെ, നന്നായി ആവി കൊള്ളിക്കാം. സംഭവം ഗൈസ് നല്ല സെറ്റായിട്ട് ആവിയിൽ വെന്ത് വന്നിട്ടുണ്ട്. എന്താ ആവി പറക്കുന്ന സാധനം എന്ന് പറയില്ല, അതേപോലെ ആയിക്കണം. അപ്പോൾ നമ്മുടെ അയിലട റെഡിയായി. ഇത് കഴിക്കലാണ് അടുത്ത കാര്യം എന്ന് പറയുന്നത്. ഒരു അട എടുത്തിട്ട് അതിൻ്റെ നടു അടിപൊളിയായിട്ട് എന്താ പറയുക കൃത്യം നടു തന്നെ പൊളിക്കണേ. എന്നിട്ട് വായലായിട്ടുണ്ട് വെച്ചിട്ടും ഓനെ എന്താ പറയുക ഒരു അടിപൊളി ജിഞ്ചിനാക്കിയിട്ട് സാധനം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ മാത്രമല്ല ഈ ഡിഷ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും പിന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്താനും മറക്കരുത്. ബായ്.